ഹലോ മഗേസ്, ഇപ്പം ഞങ്ങളുള്ളത് സഫാരി സൂലാണ്. സൂ അല്ല, സഫാരി പാർക്കില്. ഇപ്പം ഞങ്ങൾ വന്നത് എന്തോ കാര്യത്തിനാണ്. കുറേ സാധനങ്ങൾ ഇവിടെ നിരത്തിയിടും ഗൈസ്. സീബ്രൊക്കെ ഉണ്ട് ഗൈസ്. അതൊരു കുട്ടി ഓടിപ്പോണം. ഈ സൂവിൻ്റെ അടുത്തേക്കാണ് വേണം. ഇവിടുത്തെ ഇതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വാങ്ങണതിനനുസരിച്ച് ഒരു ഇതായിട്ടാണ് ഗൈസ് ഉള്ളത്. നമ്മൾ വാങ്ങി കസിൻസ് എല്ലാവരും കൂടിയാണുള്ളത്. ഇതൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു വികാരമില്ലാത്തൊരു സ്ഥലമാണ് ഗൈസ്. ഭയങ്കര ഭംഗിയാണ്. ഇങ്ങോട്ട് വരാൻ ഇവിടെ വാട്ടർഫോൾ ഗൈസ്. ഇന്നെ വെയിറ്റ് ചെയ്യാൻ പാട്ടോ, ഒരെണ്ണം പോലും വെയിറ്റ് ചെയ്ത് പോണാണ്. അല്ല എന്ത് വീണോ? ഇല്ല ബാഗൊക്കെ എൻ്റെ കയ്യിലായിട്ടുള്ളത് ഗൈസ്. നല്ല മുടുക്കത്തെ വെയിറ്റ് ചെയ്യും ഗൈസ്. ഹൈ ഡക്കീസ് എന്ന് പറഞ്ഞതിലാട്ടോ ഞങ്ങൾ എൻ്റർ ചെയ്യുന്നത് ഗൈസ്. എക്സെറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റർ ചെയ്യും. അതെന്ത് സംഭവം? ഉള്ളു കയറിട്ടാണ് ഗൈസ്. നിങ്ങൾക്ക് ഇന്നാളാൻ പറ്റില്ല. ഇതാണ് ഗൈസിൻ്റെ എക്സിറ്റിൽ കയറിയില്ല ഗൈസ്. എക്സിറ്റ് കയറണ്ട പറഞ്ഞ് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഇവിടെയാണോ കയറേണ്ടത്? നോ എൻട്രി എന്നാണ് പറഞ്ഞത്. ഓൺലി എക്സിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഒരു എസിൻ്റെ ഉള്ള കറി, ഒരു ബനാനസിലാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ. എ സി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പാണ്. പുറത്തല്ല ചൂടാക്കണ്ട, നല്ല എ സിയാണ്. ഫയറൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ വരെ ഉണ്ട്. അവിടെ കണ്ടോ, അവിടെ ഒരു സാധനം, അത് ആനയും കുന്തും എന്നല്ല. ഇവിടെ ഏതൊക്കെയാണ് സൂവും കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്ന സ്ഥലം. ഇത് കണ്ടോ ഗൈസ്, ഇതിലൂടെ നമ്മൾ അവിടെ വരെ പോകും. അത് കഴിഞ്ഞാൽ നമ്മൾ അവസ്ഥ പോലെ ഇരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. മരങ്ങൾ കടന്നു, പൂക്കൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയെന്നറിയില്ല. നല്ല വ്യൂ ഉണ്ടായിനി, പക്ഷെ കാണുന്നതിൻ്റെ എത്രയോ വ്യൂ ആ ഗൈസ്. നല്ല ചൂടുണ്ടായിനി. എ സിയിലൊക്കെ എടുക്കുമ്പോഴേ. പിന്നെ കസിന് അവിടെ പോയി നിന്നുകൊണ്ട് പിന്നെ അത്ര വലിയ കാര്യമൊന്നുമായി. നോക്കി ചിരിക്കണമൊക്കെ ഉണ്ട്. ഓടെ ഒരു കള്ളച്ചിരി. ഓൾ എൻ്റെ അടുത്താണ്ടായി. നോക്ക് വിൻഡോ സീറ്റ് വേണമെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നത്. ഇവിടെ എമർജൻസി അവിടേക്ക് നോക്കുമ്പോൾ, കസിൻ ഇരിക്കുന്ന സൈഡിലേക്ക് നോക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വ്യൂ എനിക്ക് കാണാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിയില്ല. അതിനനുസരിച്ചുള്ള, നമ്മൾ പോകുന്നതിനനുസരിച്ചുള്ള വ്യൂ അതിനേറെ നമ്മളെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പോകുമ്പോൾ ഓരോ മരങ്ങൾ ഇങ്ങനെ പൂ കളിച്ചിക്കുന്നതും അതാക്കുന്നതും ഇതാക്കുന്നതും പൂ വിരുന്നതും അതൊക്കെ ഒരു കാഴ്ച നമുക്ക് കാണാം. പാർക്കൊക്കെ ഉണ്ട്, പക്ഷേ പാർക്ക് കയറാനായിട്ട് ആരും. ഓക്കെ, ഞാൻ വീണ്ടും ഡക്കീസിനെ കണ്ടുപിട്ടു. ഇത് വേറെ ഡക്കീസാണ്. അവിടെ കണ്ടോ കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. ആടതാ ഒരു മാൻ്റെ സ്റ്റാച്ചു. ഞങ്ങൾ വരുന്ന വഴിക്ക് ആനൻ്റെയും ജിറാഫിൻ്റെ ഒക്കെ കണ്ടു. ഞങ്ങൾ കണ്ടത് മാനിൻ്റെതാണ്. നമുക്ക് നടന്നു പോകാം. നല്ല ചൂടുണ്ടാവും ഗൈസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെയിലാണ്. തണൽ കിട്ടി, കുറച്ച് തണൽ കഴിഞ്ഞാൽ അപ്പോൾ വെയിൽ. പൊരിഞ്ഞ വെയിൽ, കണ്ണുറക്കാൻ കഴിയില്ല. നിങ്ങളൊക്കെ ഒന്ന് കണ്ണുറന്ന് വരിക. കാറ്റുണ്ടായാലും കുറച്ചെങ്കിലും കണ്ണുറക്കായി. നമ്മൾ അതിലാണ് ഗൈസ് കയറാൻ പോകണം. ഉണ്ടേനി ഗൈസ്, എന്ത് പേരാ ഞാൻ എന്താ ജസ്റ്റ് ചോദിക്കും. ഉടുമ്പുണ്ടേനി ഗൈസ്, കാണുന്നുണ്ടോ? ഉടുമ്പ് എന്ത് സാധനം. നേരെ പോണത് ഗൈസ് മാൻ്റെ അടുത്ത് ഗൈസ്. ഗെയിം കളിച്ചാടെ പോയെ. ഒരു ചെറിയ ഗെയിം ഉണ്ടായിരുന്നു. എന്നിട്ട് മാൻ്റെ അടുത്ത് കുറേ മാനൊക്കെ ജാട കാണിച്ചിട്ടുണ്ടല്ലോ. ഫോൺ കിട്ടൂലേ ബേർഡും ഉണ്ട് ഗൈസ്. പറ്റണ കുരങ്ങന്മാർക്ക് എടുത്ത് വെച്ചത് എന്താല്ലേ. വെള്ളമൊക്കെ ഉണ്ട്. ചിമ്പാൻസി ബനാനി വരുന്നുണ്ട് ഗൈസ്. നമ്മളടുത്ത് വരുന്നുണ്ട് ഗൈസ്. കണ്ടോ കണ്ടോ ചിമ്പാൻസി. ഞങ്ങൾ പോട്ടെ, ഫ്രണ്ട്സൊക്കെ മുന്നേ പോയി. ചിമ്പാൻസി നമുക്ക് അടുത്തേനെ നോക്കാം ഗൈസ്. ഇവിടെ ചാനലിൽ എന്തോ ഒരു വെള്ള സാധനം വിദ്യരുന്നു. എന്താ അല്ല, നീ എന്തിനാ അല്ല പറഞ്ഞേ? അതൊക്കെ മാത്രം പറയാം. ഇതാണ് അവർ പറഞ്ഞ പോലെയുള്ള ചിമ്പാൻസി സ്ഥലം. ഇതാണ് ഞങ്ങളിപ്പോഴുള്ള സ്ഥലം. ഇതാണ് ചിമ്പാൻസി. കുറേ ടൈപ്പ് ചിമ്പാൻസി ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ചിമ്പാൻസിൻ്റെ ഒരു നേരാട്ടത്തിലേക്കാണ്. ഇവിടെ ഉണ്ട് ചേച്ചി. ഇത് ഏത് ഏസിയാണ്? ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചിമ്പാൻസിനാണ്.
ചിമ്പാൻസി ബനാനയും കയറിയിട്ടുള്ള സ്ഥലമുണ്ട്. നമ്മൾ വേറെ ഓൾക്ക് കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കും. അതാ ഒരു ചിമ്പാൻസിയുടെ എന്തോ തിന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് ഒന്ന് പോയേക്കാം. അവിടെ പുല്ല് തിന്നാട്ടോ. ഇവിടെ ആ കല്ലിൻ്റെ ഇടയിൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതാണ്. പിന്നെ ബേർഡിൻ്റെ സെക്ഷനിലേക്ക് പോയപ്പോൾ കുറേ ബേർഡ്സിനെ കാണും വിചാരിച്ചാൽ പോയ ശബ്ദം നല്ല കേൾക്കണം. 2-3 ബേർഡ്സിനെ കണ്ടു. അങ്ങനെ കുറേ മങ്കീസിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇനി എത്രയോ മൃഗങ്ങളുണ്ട്. ഇവിടെ എന്താണെന്നറിയില്ല, എന്തോ സാധനം ഉണ്ട്. അതാ കൊറില്ല കൊറില്ല. ആ കണ്ണനക്കുണ്ട് വലിയ കൊറില്ല. നമ്മൾ കൊറില്ലിനെ കണ്ടുപിട്ടി ഗൈസ്. നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് നല്ല കൊറില്ല ഗൈസ്. കാണിച്ചരാം. ഇതാണ് കൊറില്ല ഗൈസ്. ഇവനെ ചെറുതാകും. ഇവനല്ല, ഇവൻ സ്റ്റാച്ചു ആണ്. ശരിക്കത്തെ കൊറില്ല അവിടെ കണ്ടോ. ആ കൊറില്ല ചെറുതാവും. കാണിച്ചാൽ ഏത് ഏജ് കാണിച്ചാൽ 1994 സമയത്ത് ഈ ഒരു സമയത്ത് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പം അതിന് ഇത്ര അങ്ങനെ വെക്കുന്നുണ്ട്. അതിൻ്റെ കുറേ ഫോട്ടോ അവിടെ കിട്ടും. അങ്ങനത്തെ ഒറ്റ ഇതിൽ ഏറ്റവും പ്രായമായതായതുകൊണ്ട് തന്നെ ഇതാണ് വലിയ കൊറില്ല, അറിയപ്പെടുന്ന കൊറില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫേവറേറ്റ് ഫുഡ് പറഞ്ഞാൽ ബനാനൻ്റെ പീല്, ഓറഞ്ച് അങ്ങനത്തെ ഒക്കെ ആണ്. തിന്നുന്ന ഫോട്ടോ പ്രത്യേകം എടുത്ത് വെച്ചിട്ടുണ്ട്. സ്നേക്ക് ലാൻഡിലേക്ക് കയറി കഴിച്ച് നല്ല പേടിയാണ് കഴിച്ച്. അമ്മ ഇങ്ങോട്ട് വരണമെന്നില്ല, പേടിയ അമ്മ. എടാ സ്നേക്ക് എടാ, സ്പൈഡർ കയ്യിലെടുക്കാൻ പേടിയാ ഗൈസ്. ഇന്നാരെങ്കിലും പിടിക്ക്. എനിക്ക് പക്ഷേ പേടിയാ, പാമ്പുണ്ടാവും. ഓണാക്കി ഇത് തീരും, കുറെ എടുക്കാണ്ടാവും. ഇതിങ്ങനെ ഓണാക്കി ജീവിതത്തിലൊക്കെ ഉണ്ടാവണ പോലത്തെ എനിക്കറിയാട്ടോ. ചെറിയ ജീവൻ എടുക്കണ്ടോ. ഓ വേറെ കുഞ്ഞു പാട് ജീവിതത്തിലൊക്കെ ഉള്ള പോലത്തെ നിങ്ങളുണ്ട്. 2 ഉണ്ട്. ഒന്ന് കല്ലിൻ്റെ അടിയുണ്ട്. നമുക്ക് അടുത്തതിൽ പോകാം. ഇവിടെ എന്താ അത് അവിടെ ആണ് തോന്നുന്നത്. സ്പെഷ്യലാ തോന്നുന്നുണ്ട്. അടുത്തതിലേക്ക് പോകാം. കാണില്ല, നമുക്കറിയില്ല. കൊണ്ടുണ്ട് ഗൈസ്, കൂടുതലുണ്ട് ഫിഷുണ്ട്. തിന്നാത്തതിന് ഗൈസ് ഇവിടെ കേട്ടോ. ഇതാണ് സാധനം. അടുത്തതിലേക്ക് പോകാം ഗൈസ്. ഇപ്പം ഞങ്ങളുള്ളത് പാരറ്റോറിയത്തിലാണ്. കുറേ പാരറ്റൊക്കെ ഉണ്ട് ഇവിടെ. കുറേ പാരറ്റ് ഉണ്ട് ഗൈസ്. പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം. ഇവിടുത്തെ ഇപ്പം എന്തോ ഒരു മണമുണ്ട്. ഇതേമാതിരി കുറേ സഫാരി പാർക്കല്ലേ ഗൈസ്. സഫാരി സ്നേക്ക് പാർക്കാണ് ഗൈസ്. അത്രക്കും സ്നേക്ക് ഉണ്ട്. എന്താ സാധനോ, എന്തോ സാധനം. ഇതും വേറെ സാധനം. ഞാൻ അടുത്തതിലേക്ക് പോകുമ്പോൾ പാമ്പെന്ന് പറഞ്ഞ കല്ലറിച്ച ഗൈസ്. കണ്ട ഞാൻ ഓടും. ഇത് സൂ ആയിട്ട് പിന്നെ കുഴപ്പമില്ല, കെട്ടിട്ടുണ്ട് കുഴപ്പമില്ല. ഒരു ചെറിയ സാധനം ക്യൂട്ടല്ലേ. ഇവിടെ എന്താ പറഞ്ഞാൽ ഫ്ലൈറ്റൊക്കെ വെച്ചിട്ട് പേടിപ്പെടുത്തുന്ന രീതിയിലാട്ടോ. ഇത് വാസ്തി സാധനം. ടേർട്ടിലൊക്കെ ഉണ്ട്. ടേർട്ടിലും കുറച്ച് ഫിഷൊക്കെ ഉണ്ട്.
ഏതോ ഒരു സാധനം എൻട്രൻസിൻ്റെ അടുത്തത് ഇതൊക്കെയാണ് കഴിച്ചിട്ടുള്ള സാധനങ്ങൾ. നിങ്ങൾക്ക് ഇതൊക്കെ ക്ലിയർ ആയി കാണാൻ ഇങ്ങോട്ട് വന്ന് കാണുക. അതിൻ്റെ അടുത്തേക്ക് നോക്കിയത് കുഞ്ഞു കുഞ്ഞു ബേർഡ്സ് ഒക്കെ ഇതിൻ്റെ അടുത്തുണ്ട്. തത്തമ്മ പാരറ്റ്സ്. തത്തമ്മ മീൻസ് പാരറ്റ്സ്. അങ്ങനെ വെള്ളം ഒറ്റിക്കണ്ട തത്തമ്മ. എന്റെ തലക്കൂടെ തത്ത പറഞ്ഞു. നിങ്ങളാരെ കണ്ടോ? കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു ഹിപ്പോ, അവിടെ മങ്കി, എത്രയോ മങ്കീസും എത്രയോ ഹിപ്പോകളാണ്. ഹിപ്പോസ് ഉണ്ട് ഗൈസ്. 2 ഹിപ്പോയും കുറേ മങ്കിയാണ്. These are antelope called Arabian oryx. And Arabian oryx, they are the national animal of UAE, Qatar, Oman, Bahrain, and Jordan. 5 countries. Okay. Except Saudi Arabia and Kuwait, because they have camels, and the other rest countries in Middle East, it's an oryx. Yes. അല്ലാന്നല്ലേ? Now we got ഓസ്ട്രേലിയ. ostriches. And look, it's sitting on the egg. തല ഇടുന്നു. Look, egg. എന്റെ എഗ് ഉണ്ടാടെ. ലാർജ് എമൗണ്ട് ഓഫ് എഗ്സ്. അപ്പോൾ എടുത്തോ, പറത്തിക്കന്നെ. കൊത്തുവോ? തല ഇടണൊക്കെ. And he is being aggressive because it's trying to protect his egg. And this one is male and that one is female. പക്ഷെ മെയിലല്ലേ? You know that male ostrich also sit on egg? But at daytime, not at night. Because to protect their eggs from the sunlight, they have a dark feathers. So it can protect it easily. And male ostrich is from Africa, and the female ostrich, one we have over there, we have 2 female ostriches from Australia. Those gazelles you see over there, those are mountain gazelles. Yeah. Which are good in jump. They can jump up to 2 meters. അതല്ല അതിൻ്റെ ഉള്ളിൽ നിർത്തിയേ. 2 മീറ്റർ ജമ്പ് ചെയ്തിട്ട് ഉള്ളിൽ നിർത്തി. പക്ഷെ അത് ബ്ലോഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ അടിപൊളിയായിരുന്നു. കാക്ക പറഞ്ഞൊക്കെ ശ്രദ്ധിച്ച് കേട്ടോ. അഡ്നക്സോ? Also this one, these are mountain gazelles. And now this is our end of the tour. And our next stop is. And now on your right hand side, those are African gazelles. Yes, those are gazelle and African gazelle. They are the smallest and the fastest gazelles, which can run up to 90 kilometers per hour. They are the fastest gazelles in the world. 90. 90. Oh. Antelopes from North Africa, and they are called Adex. Adex. AD, not Adex. So, interesting fact about them is that they change their coating color according to season. Okay. Yeah. So like in summer they're all white, as you can see it now. And in the winter it turns dark gray color. Yes. Darker color. And another interesting fact about them is that they can stay without a water for a long period because they're desert antelope. Yeah, they're desert antelope, so they can stay without a water for a long period, more than a camels, and they can survive up to 6 months without water. Okay. Without water.
6 months without water. And that is a baby addict. Okay. It's around 3 months old. Oh. It's a group of addicts. Okay, now on your left hand side, these antelopes, the one with a white coat and a brown color neck, they are called scimitar oryx. Scimitar. Scimitar oryx, either you can call them African oryx, because they're also from North Africa. And they are the fastest antelope, which can run up to 80 kilometers per hour. Oh. And they can stay without a water more than the adults, and they can stay up to 1 year without water. Oh. 1 year. And now look on your left. Oh. That is Purnari. Do you guys know what's that? What? Exactly. It's Arabian wolf. 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 Arabian wolf. നമ്മുടെ നാട്ടിലെ wolf. Arabian wolf, compared to a regular wolf or a common wolf, they are smaller in size because they are the smallest species of wolf, Oh. and they are only found in Arab countries. And they look like a dog more than a wolf. ഞങ്ങളെ നാട്ടിൽ കോയിനെ പിടിക്കാൻ വരലുണ്ട്.